നമുക്കിപ്പോൾ ഈ രാവിലെ വരുമ്പോൾ തന്നെ ഈ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നത് ഒരു സാധാരണ സംഭവമായിട്ടുണ്ട്. പക്ഷേ ജനവാസ മേഖലയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾക്ക് വല്ലാത്ത ഭീതി വരും. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്, അവിടെ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞു. പുലിയുടെ ദൃശ്യങ്ങൾ 24 കിട്ടിയിട്ടുണ്ട്. പ്രേക്ഷകരെ ഞാൻ കാണിച്ചു തരാം. ഈ രാവിലെ പുലി ഇറങ്ങി പെരിന്തൽമണ്ണയിൽ. ഇതേ പുലി പോയാണ്ടല്ലേ. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേർന്നു. സമീർ, യഥാർത്ഥത്തിൽ നല്ല കിടിലൻ പുലിയാണല്ലോ. അപ്പോൾ ഇത് ഏത് ഭാഗത്താണ് ഇറങ്ങിയിരിക്കുന്നത്? ജനവാസം ജനങ്ങളുള്ള ഇതുണ്ടോ? അപ്പോൾ നാട്ടുകാർ എന്തെങ്കിലും പറഞ്ഞോ ഇതിനെക്കുറിച്ച്? ഈ പുലിയെ കണ്ടവരാരെങ്കിലും ഉണ്ടോ ഈ ക്യാമറയിൽ പതിഞ്ഞതല്ലാതെ? നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കേൾക്കാമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാത്രി 10:25 പ്രദേശത്ത് ഇതേപോലെ സ്ഥിരമായിട്ട് കാണുന്ന ഏരിയയിൽ ഒരു സ്വകാര്യ സ്ഥലത്ത് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് ഇപ്പോൾ ഒരു 10:22 ഇന്നും പുലിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു വിഷയം ഇതിൻ്റെ ഒരു ഭീകരതയെ കുറിച്ചിട്ട് ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കലും അവരിവിടെ വന്ന് സ്ഥലം പരിശോധിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കൃത്യമായിട്ട് അത് പുലിയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാത്തൊരു വിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ നാട്ടുകാരുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലിലാണ് ഇപ്പം ഇന്ന് അത് പുലിയാണ് എന്നുള്ളതിനെ 100% ഉറപ്പിക്കുന്ന രീതിയിലേക്ക് അതിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ഥിരം പാസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. മാത്രമല്ല മണ്ണാമല തൊട്ടടുത്ത വീടിൻ്റെ ഒരുപാട് വീടുകൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് മീതെയായിട്ടാണ് ഈ ഒരു സ്ഥിരമായിട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പിടിക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കപ്പം സമീർ ബിൻ കരീം ചേർന്നു. സമീർ, യഥാർത്ഥത്തിൽ ഈ പുലി ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കിയോ? എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വിവരം? എന്താണ്? കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി പെരിന്തൽമണ്ണയും അതിന്റെ സമീപ പ്രദേശങ്ങളും ഈ പുലി ഭീതിയിലാണ്. വിവിധയിടങ്ങളിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും വനം വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി വരികയും ചെയ്യുകയാണ്. അതിനിടയിലാണ് ഇന്നലെ രാത്രിയിൽ പെരിന്തൽമണ്ണ മേലാറ്റൂർ ബൈപ്പാസ് റോഡിൽ മണ്ണാർമല മാട് ഭാഗത്ത് പുലിയെ കണ്ടിരിക്കുന്നത്. ഈ പുലിയുടെ ഭീഷണി ഉള്ളത് മൂലമാണ് നാട്ടുകാർ ഇവിടെ CCTV സ്ഥാപിച്ചത്. ഈ നാട്ടുകാർ സ്ഥാപിച്ച CCTVയിലാണ് ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. ഈ മാട് റോഡിൽ റോഡ് മുറിച്ചു കടന്ന് ഓടി പോകുന്ന പുലിയുടെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇന്നലെ രാത്രി 10:22 പുലി ഇവിടെ ഇറങ്ങിയത് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. നിരവധി യാത്രക്കാർ എപ്പോഴും വാഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരിടമാണ്. കാൽനട യാത്രക്കാരും നടന്നു പോകുന്ന ഒരു റോഡാണ് ഈ റോഡ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജനവാസ മേഖലയാണ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയും ഭീതിയും നാട്ടുകാർക്കുണ്ട്. ഇത് നമ്മൾ അല്പസമയം മുൻപ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നമ്മൾ അയച്ചു നൽകി. DFO കാളിക്കാവ് DFOക്ക് നമ്മൾ അയച്ചു നൽകി. അദ്ദേഹം അത് പുലിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും സമാനമായ രീതിയിൽ പുലിയെ കണ്ടതായി റെയിൽവേ ജീവനക്കാർ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗത്ത് പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായിരുന്നില്ല. ഈ മുള്ളിയാക്കുറിശിയൊപ്പം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ മാട് റോഡ്, പട്ടിക്കാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളൊക്കെ തന്നെ പെരിന്തൽമണ്ണയുടെ ചുറ്റുവട്ടവുമുള്ള ഇടങ്ങളാണ്. ഈ ഭാഗത്താണ് നിലവിൽ പുലിയുടെ ഭീഷണി ഉള്ളത്. കഴിഞ്ഞ 6 വർഷം മുൻപ് ഈ മുള്ളിയാക്കുറിശി ഭാഗത്ത് വെച്ച് വനം വകുപ്പ് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഫോറസ്റ്റും അതോടൊപ്പം തന്നെ സ്വകാര്യ വ്യക്തികളുടെ വനമേഖലയും നിറഞ്ഞ ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ പുലി പലപ്പോഴും ഇവിടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പല ഘട്ടങ്ങളിലായി നാട്ടുകാരുടെ വളർത്തുമൃഗങ്ങളൊക്കെ തന്നെ പുലി പിടിച്ച സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ വനം വകുപ്പ് കൂട് സ്ഥാപിക്കാൻ തന്നെയാണ് തീരുമാനം. ഓക്കെ, താങ്ക് യു സമീർ ബിൻ കരീം.